നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. NCP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് PC ചാക്കോ. പാർട്ടി പിളരുമെന്ന സാഹചര്യത്തിലാണ് PC ചാക്കോയുടെ രാജി. അതേസമയം ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് ചാക്കോ തുടരും. പേരാമംഗലത്ത് കാറിന്റെ ചില്ല് തകർത്ത് 7 ലക്ഷം രൂപ കവർന്നു. തൃശൂരിലെ AS ട്രേഡേഴ്സ് സ്ഥാപനത്തിലെ ജീവനക്കാരനായ പേരാമംഗലം സ്വദേശി കടവിൽ ജോർജിന്റെ വാഹനത്തിൽ നിന്നാണ് പണം കവർന്നത്. കൊടകര പെരിങ്ങാകുളത്ത് ആളില്ലാത്ത വീട്ടിൽ നിന്ന് 53 പവൻ ആഭരണങ്ങൾ കവർന്ന കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പെരിങ്ങാംകുളം കൈപ്പിള്ളി രാധാകൃഷ്ണന്റെ വീട്ടിലാണ് തിങ്കളാഴ്ച കവർച്ച നടന്നത്. കൊടുങ്ങല്ലൂരിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു. പതിയാശ്ശേരി പുഴങ്കരയിലെത്ത് ആസാദിന്റെ ഭാര്യ 26 വയസ്സുള്ള സജ്നയാണ് മരിച്ചത്. പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കം കൂറയിടൽ ചടങ്ങ് നടന്നു. പുന്നംപറമ്പ് തട്ടകമാണ് ഇക്കുറി മാമാങ്കത്തിന് നേതൃത്വം നൽകുന്നത്. 18-നാണ് മച്ചാട് മാമാങ്കം. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ കുറഞ്ഞ് 63,520 രൂപയായി. പകുതി വില തട്ടിപ്പ് കേസിൽ പ്രാഥമിക വിവരശേഖരണം തുടങ്ങി ക്രൈംബ്രാഞ്ച്. ജില്ലകളിലെ പരാതികൾ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങളാണ് അന്വേഷിക്കുന്നത്. കൊടുങ്ങല്ലൂരിലെ വിവിധ സ്കൂളുകളിലെ SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ഡിവൈഎസ്പി VK രാജു സല്യൂട്ട് സ്വീകരിച്ചു. സംസ്ഥാനത്ത് മാർച്ച് 1 മുതൽ വാഹനങ്ങളുടെ RC ബുക്കുകൾ പൂർണ്ണമായും ഡിജിറ്റലാകും. വാഹനം വാങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി വാഹന വെബ്സൈറ്റിൽ നിന്നും RC ബുക്ക് ഡൗൺലോഡ് ചെയ്യാനാകും. മിനാലൂർ കുറ്റിയങ്കാവ് പൂരം ഇന്ന് ആഘോഷിക്കുന്നു. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ചടങ്ങുകളും നടന്നു. യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷുഹൈബ് രക്തസാക്ഷിത്വ അനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നു. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എളവള്ളി പഞ്ചായത്തിൽ ബാലസഭാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദ്വിദിന പരിശീലന ക്യാമ്പ് നടന്നു. കില ഫാക്കൽറ്റി VS ഉണ്ണികൃഷ്ണൻ പരിശീലനത്തിന് നേതൃത്വം നൽകി. ഫിഷറീസ് വകുപ്പിന്റെ ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി താന്യം പഞ്ചായത്തിലെ 50ഓളം കർഷകർക്ക് കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പണ്ഡിറ്റ് ദീനദയാൽ ബലിദാൻ ദിനം ആചരിച്ചു. അനുസ്മരണ ചടങ്ങിൽ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ KV ശ്രീധരൻ നേതൃത്വം നൽകി. മഹാത്മാഗാന്ധി കുടുംബസംഗമത്തിന്റെ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് തല ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ ഐക്കര പറമ്പിൽ നടന്നു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി പെരുന്തുരുത്തി റോഡിന്റെ റീടാറിംഗ് പുരോഗമിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 45 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് റീടാറിംഗ് നടത്തുന്നത്. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കുഴിച്ച റോഡുകളുടെ പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുവാൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. സനീഷ് കുമാർ ജോസഫ് MLA-യുടെ സബ്മിഷന് നിയമസഭയിൽ മറുപടി നൽകുകയായിരുന്നു മന്ത്രി. പൂവത്തൂർ സുബ്രഹ്മണ്യൻ കോവിൽ ക്ഷേത്രത്തിൽ തൈപ്പൂയം ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി PK കൃഷ്ണൻ നമ്പൂതിരി കാർമ്മികനായി. അഖിലേന്ത്യാ 11s ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ തുടക്കമായി. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം CD ഫ്രാൻസിസ് ടൂർണമെന്റിന്റെ കിക്ക് ഓഫ് ചെയ്തു. അന്തിക്കാട് പരപ്പൻചാൽ കോൾപ്പടവിൽ ചണ്ടി വന്നടിഞ്ഞ് കൃഷി നശിച്ച പാടശേഖരം കർഷക സംഘം നേതാക്കൾ സന്ദർശിച്ചു. സംഭവത്തിൽ കൃഷിവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്ന് കേരള കർഷക സംഘം മണലൂർ ഏരിയ സെക്രട്ടറി VN സുർജിത്ത് ആവശ്യപ്പെട്ടു. സംസ്ഥാന ബജറ്റിനെതിരെ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക പ്രതിഷേധ മാർച്ച് നടത്തി. ജില്ലാ സെക്രട്ടറി ലോണപ്പൻ ചക്കച്ചാമ്പറമ്പിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു.
പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷയരോഗ ദിന ആചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് നടന്നു. 100 ദിവസത്തെ ക്ഷയരോഗ ബോധവൽക്കരണ ക്യാമ്പയിനാണ് നടന്നത്. മസ്തകത്തിൽ മുറിവിന് ചികിത്സ നൽകി വനപാലകർ വിട്ടയച്ച കാട്ടാനയെ അതിരപ്പിള്ളി വാടാമുറി വനത്തിൽ കണ്ടെത്തി. വിദഗ്ധ ചികിത്സ നൽകുന്നതിന് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി കോടനാട് അഭയാരണ്യത്തിലേക്ക് മാറ്റും. ഉത്രാളിക്കാവ് പൂരം അഖിലേന്ത്യാ എക്സിബിഷൻ ഈ മാസം 14 മുതൽ 28 വരെ നടക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിക്കും. നന്മ കലാകായിക സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ആരംഭിച്ചു. നന്മയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ് ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ MLA TV ചന്ദ്രമോഹനനെ UDF ജില്ലാ ചെയർമാനായി നിയമിച്ചു. 8 മാസത്തെ അനിശ്ചിതത്തിന് ഒടുവിലാണ് പുതിയ ചെയർമാനെ നിയമിക്കുന്നത്. തദ്ദേശ ദിനാഘോഷത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച സംസ്ഥാനതല ബാഡ്മിന്റൺ മത്സരം മണത്തല പണ്ണാട്ട് ബാഡ്മിന്റൺ അക്കാദമിയിൽ നടന്നു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു. പഴുവിൽ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS വളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ നിർധന കുടുംബത്തിലെ വിദ്യാർത്ഥികൾക്ക് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു. സ്കൂൾ മാനേജർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചാലക്കുടി അന്നനാട് വേലുപ്പിള്ളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രംവിളക്ക് മഹോത്സവം ശനിയാഴ്ച നടക്കും. ഉത്സവത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ ശ്രീ ബാലശാസ്ത്ര പുരസ്കാരം പാമ്പ് പിടുത്ത വിദഗ്ധൻ വാവ സുരേഷിനെ നൽകും. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം നടന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.